ഞാൻ ഡോക്ടർ ശിവകുമാരി 2006 മുതൽ അമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജി കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ ഹോസ്പിറ്റൽ തുടക്കത്തിൽ നമ്മൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റികളും ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലായിട്ട് വളർന്ന് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളിപ്പോൾ എല്ലാ കേസുകളും ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാതരം പ്രസവങ്ങളും എല്ലാതരം ഗർഭാശയ ചികിത്സകളും ഓപ്പറേഷനുകളും ലാപ്രോസ്കോപ്പി ഉൾപ്പെടെയുള്ള ഹിസ്റ്റോസ്കോപ്പി ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക ചികിത്സകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ നല്ലൊരു ഗൈനക്ക് ടീമുണ്ട്. ഞാനുണ്ട്, വളരെ സീനിയറായിട്ടുള്ളൊരു കൺസൾട്ടൻറ്റ് ഡോക്ടർ പ്രീതി യോഹന്നാനുണ്ട്. പിന്നെ കീഴിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ്, മിഡ് വൈഫ്, അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് സർജറി ഉണ്ട്, സർജറി സ്പെഷ്യലിസ്റ്റുകളുണ്ട്, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ. അപ്പോൾ വളരെ സമാധാനത്തോടു കൂടിയും എല്ലാ പേഷ്യൻസിൻ്റെയും എന്ത് കോംപ്ലിക്കേറ്റഡ് കേസും കൈകാര്യം ചെയ്യാനുള്ള എല്ലാ നൂതനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ പേഷ്യൻസിനും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് സമാധാനവും അവർക്ക് താല്പര്യം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ ചികിത്സ കൊടുക്കുന്നതിലൊരു ചെറിയ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം ചികിത്സാ രീതികളും ഞങ്ങൾ പുതുതായിട്ട് ഇവിടെ തുടങ്ങുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ വേണു, മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാട്ടാക്കടയിലെ ഓർത്തോപെഡിക് സർജനാണ്. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും ആർത്രോസ്കോപ്പി സർജനും കൂടെയാണ്. നമ്മളിപ്പോൾ ഇവിടെ അതിനൂതനമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ, സന്ധി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയകൾ, പൊട്ടലിനുള്ള ശസ്ത്രക്രിയകൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ പേര് വിനോദ് കണ്ടല. ഞാൻ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 2011 മുതൽ ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. എനിക്ക് ഫിസിയോതെറാപ്പിയിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവുമുണ്ട്. നമുക്കിവിടെ കണ്ടുവരുന്ന മുട്ടുവേദന, നടുവേദന, അങ്ങനെ ഫിസിയോതെറാപ്പിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ചികിത്സ ഇവിടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അജീഷ് സെൽവരാജ്. ഞാനിവിടെ മമൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പി സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ടും ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ആൻഡ് ബ്രസ്റ്റ് ഡിസീസ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്ക്, തൈറോയിഡിൻ്റെ മുഴകൾ സംബന്ധപ്പെട്ട ക്ലിനിക്ക്, പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ലോവർ ലിംബിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതായത് ലിംഫാറ്റിക് ഡിസോർഡേഴ്സ്, വാസ്കുലർ ഡിസോർഡേഴ്സ് ആൻഡ് വെരിക്കോസ് വെയിൻ, ഇത് മൂന്നും നമ്മൾ എല്ലാ ദിവസവും ക്ലിനിക്കുണ്ട്. പിന്നെ ശരീരങ്ങളിൽ ചെറുതായും ഉണ്ടാകുന്ന മുഴകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡേ കെയർ സർജറീസ്, പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പി, കോളിസിസ്റ്റെക്ടമി, അപ്പൻഡിസെക്ടമി, ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി അങ്ങനെ ചെയ്തു വരുന്നു. വയറിനുണ്ടാകുന്ന മുഴകൾ, വയറിനുണ്ടാകുന്ന ഹെർണിയാസ്, എന്നുവെച്ചാൽ പൊക്കിളിൽ കൂടെ ഉണ്ടാകുന്ന ഹെർണിയത്, വയറിൻ്റെ വാളിൽ കൂടെ ഉണ്ടാകുന്ന ഹെർണിയ, മടിഭാഗത്തുണ്ടാകുന്ന ഹെർണിയ, ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നു. ഞാൻ ഡോക്ടർ ജീജ ബീഗം, ഗൈനക്കോളജിസ്റ്റാണ്. ഗവൺമെൻറ് സർവീസിലായിരുന്നു ഇതുവരെയും. 25 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. ഒരു 20ഓളം വർഷമായി ഗൈനക്കോളജിസ്റ്റായിട്ട് മാത്രം പ്രവർത്തിക്കുന്നു. ഗൈനക്കോളജിസ്റ്റിന് പുറമെ ഇൻഫെർട്ടിലിറ്റി സർവീസും കോസ്മെറ്റിക് ഗൈനക്കോളജി സർവീസും നൽകുന്നു. അതിൽ ഞാൻ സ്പെഷ്യലിസ്റ്റാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യത ചികിത്സ. വന്ധ്യതയുടെ ചികിത്സയുടെ ഭാഗമായി നമ്മുടെ മമൽ ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. IVF ഞങ്ങളുടനെ തുടങ്ങാനുള്ളൊരു പ്ലാനിലുണ്ട്. അതിനേക്കാളും പുതുതായി ഞാനിപ്പം ട്രെയിനിങ് കഴിഞ്ഞത് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലാണ്. അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ വിരളമായ 3 പേരോ 4 പേരോ അതിലപ്പുറം ട്രെയിനിങ് കഴിഞ്ഞവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോസ്മെറ്റിക് ഗൈനക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ യോനിഭാഗത്തുണ്ടാകുന്ന പ്രോബ്ലംസ്, അതായത് പ്രസവ സംബന്ധമായി തയ്യൽ ലൂസായി പോവുക, അറിയാതെ മൂത്രം പോവുക, അവർക്ക് ലൈംഗികപരമായി ബുദ്ധിമുട്ടുകളുണ്ടാകുക എന്നിവയ്ക്കുള്ള ചികിത്സയും നമുക്കിവിടെ നൽകാൻ കഴിയും. അതിനും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്ക് മമൽ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയും.